ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എമിറി ബരാക്കയുടെ ഡച്ച്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വൺ ആക്ട് പ്ലേ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഐ വുഡ് ബി ട്രൈങ് ടു ഇൻക്ലൂഡ് എ ഷോർട്ട് സമ്മറി ഓഫ് ദിസ് വൺ ആക്ട് പ്ലേ ആൻഡ് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് വാട്ട് ഈസ് കോൾഡ് ആസ് ഫ്ലൈയിങ് ഡച്ച്മാൻ സിൻഡ്രോം, അങ്കിൾ ടോം സിൻഡ്രോം, ആൻഡ് ഞാൻ ഇതിൽ ബിബ്ലിക്കൽ ആൻഡ് മിത്തിക്കൽ സിംബോളിസത്തെ കുറിച്ച് സംസാരിക്കും. ബ്ലാക്ക് ആർട്ട് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട്, അമിറി ബരാക്കനെ കുറിച്ചിട്ടും, അമിറി ബരാക്ക ആൻഡ് ക്ലേ ഇവർ തമ്മിലുള്ള ആ ഒരു ഹൗ ദേ ആർ സിമിലർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐ വുഡ് ബി ഡീലിംഗ് വിത്ത് ഇൻ ദിസ് ഓഡിയോ. Okay, so first let's look into Amiri Baraka as a playwright and as a black. So his real name or his first name was Leroy Jones. Leroy Jonesൽ നിന്ന് അമരി ബറാക്കിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ്. ആൻഡ് ഐ വുഡ് ബി ടെലിംഗ് ദാറ്റ് ഇൻ എ വൈഡ് റേഞ്ച്. അപ്പോൾ ഈ ഡച്ച്മൻ എന്നുള്ള ഈ ഒരു വർക്ക്, ഈ ഒരു വൺ ആക്ട് പ്ലേ ചെറി ലെയിൻ തിയേറ്റർ, CHERRYLANE, ചെറി ലെയിൻ തിയേറ്ററിൽ ന്യൂയോർക്ക് സിറ്റിയിൽ മാർച്ച് 1964 ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസൻറ്റേഷനിൽ തന്നെ ആ ഒരു ഡച്ച്മാൻ എന്നുള്ള പോയം ഹിറ്റാവുകയും ഈ അമരി ബരാക്കനെ വെൻ ഹി വാസ് ലെറോയ് ജോൺസ്, ലെറോയ് ജോൺസിനെ പബ്ലിക് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ഹി ഓൾസോ വോൺ ദ ഒബി അവാർഡ്, ഒബി അവാർഡ് ഫോർ ബെസ്റ്റ് ഓഫ് ബ്രോഡ്വേ പ്ലേ ആയിട്ട് ഈ ഒരു പ്ലേനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഹി വാസ് സ്റ്റിൽ ഇൻ ഹിസ് ബൊഹീമിയൻ ഫേസ്, ആൻഡ് വി വുഡ് ബി ഡീലിംഗ് വിത്ത് ബൊഹീമിയൻ ഫേസ് ഇൻ ദ കമ്മിങ് മിനിറ്റ്സ്. അപ്പോൾ ബൊഹീമിയൻ ഫേസിലായിരുന്നു. ആൻഡ് ഇൻ ദ ഫോളോയിങ് ഇയർ ഇറ്റ്സെൽഫ് he divorced his white Jewish wife and he moved to Harlem, changed his name from Leroy Jones to Amiri Baraka. അത് ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ഈ ഒരു വർക്ക് എഴുതുന്നതും. ആൻഡ് ദിസ് വൺ ആക്ട് പ്ലേ ആസ് ഇൻ സച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ട്രാൻസിഷണൽ പീസ് ഓഫ് അമരി ബരാക്ക. അതിൽ ഹി ക്യാരീസ് ദ എലമെൻറ്റ്സ് ഓഫ് ഡിഡാക്റ്റിക്സ്, പോയട്രി ഓഫ് ഹിസ് ബൊഹീമിയൻ സ്റ്റേജ്, ഒരു ആൻറ്റി റേസിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ്, റാഡിക്കൽ ബ്ലാക്ക് കോൺഷ്യസ്നെസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഇമോഷണലി ചാർജ്ഡ്, ഹൈലി സിംബോളിക് ആയിട്ടുള്ള ഒരു വേർഷനാണ്, ഒരു ആഡം ആൻഡ് ഈവ് സ്റ്റോറിയാണ്. അതായത് ടു ടെൽ അബൌട്ട് ഇറ്റ് ആസ് എ ബിബ്ലിക്കൽ റെഫറൻസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ആഡം ആൻഡ് ഈവ് സ്റ്റൈൽ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു സിംബോളിക് വേർഷൻ. എങ്ങനെയാണ്? ആഡം ആയിട്ട് ഇവിടെ ക്ലേ എന്ന് പറയുന്ന ക്യാരക്ടറാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആസ് ക്ലേ ആൻഡ് ലുല്ല. അപ്പോൾ ക്ലേ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു നൈവായിട്ടുള്ള ബൂർഷ്വ ബ്ലാക്ക് മാൻ ആണ്. ആൻഡ് ഹി വാസ് മേർഡേർഡ് ബൈ ആൻ ഇൻസെയിൻ ആൻഡ് കാൽക്കുലേറ്റിംഗ് വൈറ്റ് സെഡക്ട്രസ്. ആൻഡ് this Lula just seduces Clay and Clay doesn't fall for her seduction, and then she just kills him, stabs him at the heart twice. So ഇവിടെ ഒരു കോൾട്ട് ആയിട്ടുള്ള ഒരു murder ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ഷീ ഈസ് ജസ്റ്റ് പ്രിപ്പയറിങ് ഫോർ ഹർ ടു seduce her next victim when the curtain goes down. ഇവിടെ ഒരു വേർബൽ ഫൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു പോയത്തിൽ. ഒരു റിച്വൽ ഡ്രാമ ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സോഷ്യോളജിക്കൽ പേർപ്പസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ടു ഗാൽവനൈസ് ദിസ് ഓഡിയൻസ് ഇൻ ടു എ റെവല്യൂഷണറി ആക്ഷൻ. അതായത് നമ്മൾ ഈ ഒരു ഡ്രാമ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വി ജസ്റ്റ് ഹാവ്, നമുക്ക് ചോരത്തിളപ്പ് വരിക എന്നൊക്കെ പറയില്ല, ഒരു റെവല്യൂഷണറി ആക്ഷൻ എടുക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വർക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ടെലിങ് അബൌട്ട് എ സ്മോൾ സമ്മറി, ഈ ഡച്ച്മാനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ മെയിൻലി ലുല്ലയുടെയും ക്ലേയിൻ്റെയും ഒരു ഇൻട്രാക്ഷൻ തന്നെയാണ് കാണുന്നത്. ലുല്ലയുടെ തൊട്ടപ്പുറത്ത് ക്ലേയുടെ തൊട്ടപ്പുറത്ത് ലുല്ല വന്നിരിക്കുകയും
കുറച്ച് കഴിഞ്ഞിട്ട് ലുല്ല അക്യൂസ് ചെയ്യാണ്, ഓൾ ഓഫ് എ സഡൻ അക്യൂസ് ചെയ്യാണ് ക്ലേയിനെ. നീ എന്നെ യു ജസ്റ്റ് ഗൂഗിൾ മീ വൈ ഐ ജസ്റ്റ് കെയിം ഇൻ ടു ദ ബസ് ഗോട്ട് ഇൻ ടു ദ ബസ്സിലേക്ക് കയറിയപ്പോൾ നീ എന്നെ നോക്കുക ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ ലുല്ല പറഞ്ഞിട്ട് ഷീ ഈസ് വൺ ഹൂ ഈസ് സ്റ്റാർട്ടിങ് ദ കോൺവെർസേഷൻ. ഒരു ഷീ ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു അക്യൂസ് ഹിം ഓഫ് റേഷ്യൽ സ്റ്റീരിയോ ടൈപ്സ് പറയുകയും ആൻഡ് ക്ലേ എവിടെയാണ് താമസിക്കുന്നത്, അവൻ്റെ കൂട്ടുകാരൻ്റെ പേര്, അവനിപ്പോൾ എങ്ങടാണ് പോകുന്നത്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൻ ചെറുപ്പത്തിൽ അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഷീ സ്റ്റാർട്ടിങ് ടു ഡെഡ്യൂസ്. ഒരു ആർട്ട് ഓഫ് ഡിഡക്ഷനാണ് അവിടെ കാണുന്നത്, ജസ്റ്റ് ലൈക്ക് ഷെർലോക്ക് ഹോംസ്. അപ്പോൾ ഒരു ഷീ ഈസ് ക്ലിയർലി ട്രൈയിങ് ടു ഡെഡ്യൂസ്. ആൻഡ് ചക്കിട്ടപ്പം വലിച്ചെത്തതാണോ അതോ എന്താണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയുന്നില്ല. ബട്ട് സ്റ്റിൽ ഷീ ട്രൈസ് ടു മാനേജ് ടു ടെൽ തിങ്സ് വിച്ച് ഈസ് ഓഫ് ട്രൂത്ത്. അപ്പോൾ കുറച്ച് സത്യമുള്ള കാര്യങ്ങൾ അവിടെ ലുല്ല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ക്ലേ ഈസ് ഒബ്വിയസ്ലി ഷോക്ക്ഡ്. ഹി ഡസൻ നോ ഹൗ ലുല്ല ഈസ് trying to tell all this and she is telling it correctly. അപ്പോൾ അവിടെ ആൻഡ് ഷീസ് ട്രൈങ്, വി ക്യാൻ സീ ദാറ്റ് ഷീ ഈസ് ട്രൈയിങ് ടു ഗിവ് ക്ലേ ആൻ ആപ്പിൾ. അവിടെ ഈവ് ആഡത്തിന് ആപ്പിൾ കൊടുക്കുന്ന ആ ഒരു ടെംപ്റ്റേഷൻ, ഒരു ഷീസ് ട്രൈങ് ടു ടെംപ്റ്റ് ഹിം, ഷീസ് ട്രൈങ് ടു പ്രൊവോക്ക് ഹിം ബൈ touching him on his legs, and she's trying to seduce Clay, provoking him sexually. And ആദ്യമൊക്കെ ക്ലേ he just tries to play with it, but still he doesn't force himself. ഒരു ചാടി കയറുന്നില്ല ക്ലേ, ബട്ട് സ്റ്റിൽ ഹി ഈസ് ലൈക്ക് യാ ഇറ്റ്സ് ഗുഡ് ആൻഡ് ഐ എം ഓക്കെ എന്നുള്ള രീതിയിൽ ലെറ്റ് മീ പ്ലേ വിത്ത് ഇറ്റ് സ്ലോലി എന്നുള്ള രീതിയിൽ ക്ലേ എടുക്കുന്നുണ്ടെങ്കിലും ഹീസ് ഡസൻ ട്രൈങ് ടു അറ്റാക്ക് ഓർ പ്രൊവോക്ക്. ഒരു ഇതില്ല. ഹി ഡസ് നോട്ട് ഇനീഷ്യേറ്റ് എനി ഡയറക്റ്റ് പ്രൊപ്പോസിഷൻസ് ഫോർ സെക്സ്. ഒരു റിസപ്റ്റീവാണ്, ബട്ട് സ്റ്റിൽ ഹി ഡസൻ ട്രൈ ടു ഇനീഷ്യേറ്റ് എനിത്തിങ്. അപ്പോൾ ഒരു ക്ലേ ആ ഒരു ബെയ്റ്റ് എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഹെർ മൂഡ് ചേഞ്ചസ്, ഷി ഗ്രോസ് ഹാങ്ഗ്രി ആൻഡ് സെഡക്ഷനിൽ നിന്ന് അബ്യൂസിലേക്ക് മാറുകയാണ് അവിടെ ലുല്ല ഉണ്ടാവുന്നത്. ആൻഡ് ഷീ ജസ്റ്റ് അക്യൂസസ് ഹിം ആൻഡ് ഇൻസൾട്ട്സ് ഹിം ഓഫ് ഹിസ് ആക്സെൻറ്റ്. ആൻഡ് ഷീ ഓൾസോ ടോക്സ് അബൌട്ട് ലൈക്ക് you have no rights to wear this kind of fancy suit and all. Like she is the one who has the power to decide what the clay should wear and what not to wear. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് വൈറ്റ് അതോറിറ്റി കാണിക്കുകയാണ് ലുല്ല. And she just criticizes him for being black and unresponsive. She just wants him to be shown a much masculine type of thing, like ഒരു attacking ബ്ലാക്കിനെയാണ് who likes to take up the bait. അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ലുല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഷീ ഡസൻ ഗെറ്റ് ദ പേഴ്സൺ ഹും ഷീ തിങ്സ്. അപ്പോൾ അങ്ങനെ അറ്റാക്കിങ് ആയി ക്രിട്ടിസൈസ് ചെയ്യാണ്. ആൻഡ് ഷീ ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു ഡാൻസ് ടു ബ്ലൂ സോങ് പാടിയിട്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ക്ലേ ഭയങ്കരമായിട്ട് അക്യൂസ്ഡ് ആവുകയാണ്. ഷീ ജസ്റ്റ് ആസ്ക് ക്ലേ ടു ഡു ദ നാസ്റ്റി, ടു ഡാൻസ് വിത്ത് ഹെർ. ആൻഡ് ക്ലേ ഇത്രയും ഒപ്രഷനും പ്രൊവൊക്കേഷനും ഒക്കെ പറ്റാതെയാവുമ്പോൾ ഹി ജസ്റ്റ് ബിക്കംസ് ഫെഡ് അപ്പ് ആൻഡ് ഹി ഗ്രാബ്സ് ഹെർ ആൻഡ് ത്രോസ് ഹെർ ടു ദ ഫ്ലോർ ഇൻ ദ കാർ ഇറ്റ്സെൽഫ്. ലൈക്ക് നമ്മളതിനെ കാർ എന്നാണ് വിളിക്കുന്നത്, ഓർ ഇറ്റ്സ് ആക്ച്വലി എ ട്രെയിൻ. പക്ഷേ അവിടെ ആ സ്ഥലത്ത് അതിനെ സബ്വേ കാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സബ്വേ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹി ജസ്റ്റ് ത്രോസ് ഹെർ ഇൻ ടു ദ ഫ്ലോർ ആൻഡ് ഹി ജസ്റ്റ് ബീറ്റ്സ് ഹെർ ട്വൈസ്. അപ്പോൾ സ്ലാപ്പ് ചെയ്യാണ്. ആൻഡ് ഹി ജസ്റ്റ് കം ബാക്ക് ടു ഹിസ് പ്ലേസ് ആൻഡ് he just begins a soliloquy. He explains about black people, black culture, and how black people are much involved into black music and black dances. അദ്ദേഹം ഒരു ഇൻസ്റ്റൻസിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ വലിയ വലിയ പാട്ടുകാർ അവർക്ക് ആ മ്യൂസിക്കിനോടുള്ള കമ്പത്തിലേക്ക് അവർ കൂടുതൽ ഇൻവോൾവ് ആയതാണ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വുഡ് ബി മോർ ഇൻവോൾവ് ഇൻ കില്ലിങ് ദ വൈറ്റ്സ്
ഫോർ ദെയർ ഒപ്രഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഷീ ജസ്റ്റ് കംസ് ബാക്ക് ആൻഡ് ഷീ ജസ്റ്റ് ടാപ്സ് ഹിം ഇൻ ദ ഹാർട്ട് and tells the other people to help her throw this body of clay out of the subway car. And she just uh, walks casually and goes to another person, a young man who enters the subway car. അപ്പോൾ ആ സമയത്ത് കർട്ടൻ അടയ്ക്കുമ്പോൾ ഷീ ഈസ് ഗോയിങ് ഫോർ another bait and a black train conductor just passes through respectfully tipping his hat to Lula. ഇതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള സിംബോളിസം കമ്മിങ് മിനിറ്റ്സിൽ ഐ വുഡ് ബി ഡീലിംഗ് വിത്ത്. ഓക്കെ, സോ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ബി റിപ്പീറ്റിംഗ് ദിസ് വേർഡ്. ദിസ് ഈസ് ക്ലിയർലി എ റിച്വൽ ഡ്രാമയായിട്ടാണ്. ഹീ ജസ്റ്റ് വാണ്ടഡ് ടു ഗാൽവനൈസ് ഹിസ് ഓഡിയൻസ് ഇൻ ടു റവല്യൂഷണറി ആക്ഷൻ. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ചോരത്തളപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അമിറി ബരാക്ക ശ്രമിക്കുന്നത്. ഇനി എന്താണ് അങ്കിൾ ടോം സിൻഡ്രോം? എന്താണ് ഈ ഒരു വർക്കിൽ അങ്കിൾ ടോം സിൻഡ്രത്തിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയാം. അങ്കിൾ ടോം സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ തിയറി ഇൻ സൈക്കോളജി ആക്ച്വലി വിച്ച് ഇസ് റെഫറിങ് ടു എ coping skill in which individuals use passivity or submissiveness when confronted with a threat, and they would be concealing their true thoughts and feelings. അതായത് അവരുടെ ശരീരഭാഷ മാറുകയാണ്. എന്തെങ്കിലും ഒരു ത്രെറ്റ്, എന്തെങ്കിലും ഒരു ഡേഞ്ചർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസീവായി നിൽക്കുകയാണ്. അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ദേ വുഡ് ബി സിംഗിങ് ഓർ ആക്ടിങ് കൂൾ. അവരുടെ ഉള്ളിലുള്ള ഫീലിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു സോർട്ട് ഓഫ് അങ്കിൾ ടോം സിൻഡ്രോം ആണ്. അതായത് ഹിയർ ക്ലൈമാക്സിൽ ആ ഒരു ബസ് ഡ്രൈവർ ഹീസ് എ ബ്ലാക്ക്. സോ ദ ബസ് ഡ്രൈവർ ഇസ് ബ്ലാക്ക് ഡ്രൈവർ അല്ല, സോറി, ബ്ലാക്ക് ട്രെയിൻ കണ്ടക്ടർ ആണുള്ളത്. ആൻഡ് ഈവൻ ദോ ഹി സീസ് വൺ ഓഫ് ഹിസ് ഫെലോ മെൻ എ ബ്ലാക്ക് ലൈക്ക് ഹിം, അവനെ കൊന്ന് പുറത്തേക്ക് ഇടുന്നത് കണ്ടിട്ടും ദിസ് ബ്ലാക്ക് ട്രെയിൻ കണ്ടക്ടർ ജസ്റ്റ് വാക്സ് ഇൻ, ഡസ് എ 1 or 2 steps ആൻഡ് ഹി ജസ്റ്റ് ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ എന്തോ കളിച്ചിട്ട് ആ തൊപ്പി ഊരിയിട്ട് ലുലയുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു വേവ് വിഷ് പോലെ, അല്ലെങ്കിൽ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ബസ് കണ്ടക്ടറിന് ഹി ഓൾസോ ഫീൽസ് hatred towards this Lula, but still he expresses an Uncle Tom syndrome. അതായത് he just act passive and submissive. ഉള്ളിലുള്ള ഫീലിങ്സ്, ട്രൂ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഉള്ളിൽ വെച്ചുകൊണ്ട് പാസീവായിട്ട് ആക്ട് ചെയ്യുന്ന, സബ്മിസീവായിട്ട് ആക്ട് ചെയ്യുകയാണ് ജസ്റ്റ് ടു ബി സേഫ്. അവിടെ ക്ലേ ആണോ ആ ബസ് ഡ്രൈവറാണോ ബുദ്ധിമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബസ് ഡ്രൈവർ തന്നെയാണ്. Because he knows that if he doesn't act accordingly, or if he tries to provoke this lady Lula, she might even end up killing this bus conductor or the train conductor. But train conductor ആ ഒരു നിമിഷം ആ ഒരു അങ്കിൾ ടോം സിൻഡ്രോം, ആ പാസിവിറ്റി കാണിച്ചതുകൊണ്ടാണ് ഹിസ് ലൈഫ് ഈസ് സ്റ്റിൽ ദർ എന്നുള്ള ഒരു തോട്ട്. ഓക്കെ, നൗ ഇവിടെ ആ ട്രെയിൻ കണ്ടക്ടറിൻ്റെ ആ ഒരു ഡാൻസ് എന്ന് കാണിക്കുന്നത് ഹീസ് ട്രൈങ് ടു എക്സ്പ്രസ് ഹിസ് സപ്രസ്ഡ് ഫ്രീഡം ത്രൂ ആർട്ടിസ്റ്റിക് ഫോംസ്. ഒരു ഡാൻസിലൂടെയോ മ്യൂസിക്കിലൂടെയോ സോങ്സിലൂടെയോ ദേ ആർ ട്രൈയിങ് ടു എക്സ്പ്രസ് ദെയർ സപ്രസ്ഡ് ഫ്രീഡം. സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന, അടക്കി വെച്ചിരിക്കുന്ന, ആ ഒരു അമർത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രീഡത്തെ അവർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനത് ഇംഗ്ലീഷ് സോങ്സ് ഒന്നും കേൾക്കാറില്ല, എന്നാലും നമുക്ക് മൈക്കിൾ ജാക്സൻ്റെ ആ ഒരു എർത്ത് സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷൗട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു എക്സ്പ്രസിങ് ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടത് എന്നുള്ള ഒരു സംഭവങ്ങൾ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് വി ക്യാൻ റിലേറ്റ് ടു ഇറ്റ്, ബട്ട് സ്റ്റിൽ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഡച്ച്മാൻ എന്നുള്ള ഈ ഒരു വൺ ആക്ട് പ്ലേ എഴുതിയതിന് ഒരു കുറച്ച് നാൾ മുമ്പാണ്. ലൈക്ക് വി ക്യാൻ സീ ഇൻ ദാറ്റ് സമ്മർ ബിഫോർ ദ ഡച്ച്മാൻ
മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഫേമസ് സ്പീച്ചായിട്ടുള്ള ഐ ഹാവ് എ ഡ്രീം വന്നത് ആ ഒരു സിവിൽ റൈറ്റ് ആക്ട് 1964 സമയത്ത് തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ട്. അതായത് എൻ്റെ കുട്ടികളും നിങ്ങളുടെ കുട്ടികളും ഒരേ ഹില്ലിൽ ഓടിക്കളിക്കുന്ന ഒരു കാലം വരുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് സ്വപ്നമുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു ജസ്റ്റ് 1 or 2 months or like yeah 1 or 2 months before this Dutchman drama is being debuted. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിംബോളിസംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്ലൈയിങ് ഡച്ച്മാൻ സിൻഡ്രോത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന് നമുക്ക് ആദ്യം തന്നെ കേൾക്കുമ്പോൾ ഈ ടൈറ്റിലും ഫ്ലൈയിങ് ഡച്ച്മാൻ സിൻഡ്രോത്തെ കുറിച്ചിട്ടുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, മിത്ത് ഓഫ് ഫ്ലൈയിങ് ഡച്ച്മാൻ ആണ് പറയാൻ പോകുന്നത്. ഇവിടെ മിത്ത് ഓഫ് ഫ്ലൈയിങ് ഡച്ച്മാനിൽ നമുക്ക് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സംഭവം ഓർമ്മ വരും. ഇഫ് യു ആർ പൈററ്റ്സ് ഓഫ് കരീബിയൻ ഫാൻസ്, പൈററ്റ്സ് ഓഫ് കരീബിയൻ കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്താണ് എന്ന് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും. ഡെഡ് മാൻസ് ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2006 പൈററ്റ്സ് ഓഫ് കരീബിയൻ പാർട്ട് ഇറങ്ങിയതിൽ ഫ്ലൈയിങ് ഡച്ച്മാൻ ആണ് കംപ്ലീറ്റ്ലി. ഒരു മിത്ത് ഓഫ് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഗോസ്റ്റ് ഷിപ്പ്. നമുക്കതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, എൻഡ്ലെസ് സെയിലാണ്, അവിടെ കരയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് ഡച്ച്മാൻ അല്ലെങ്കിൽ ഡച്ച്മാൻ്റെ സിംബോളിസം വരുന്നതിൻ്റെ ഒരു റീസണാണ് ഈ ഫ്ലൈയിങ് ഡച്ച്മാൻ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ഫ്ലൈറ്റും. അവർ പാസ്റ്റ് ലൈഫിൽ സ്ലേവ്സ് ആയിരുന്നു, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അവർ അതേ റേസസും അതേ ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യാണ്, അവരും കര കണ്ടിട്ടില്ല എന്നുള്ള ഒരു തോട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡച്ച്മെൻ എന്ന് പറയുന്നതിന് വേറൊരു സിംബോളിസവും കൂടിയുണ്ട്. ഈ ഒരു ഷിപ്പ് ഡച്ച്മെൻ എന്ന് പേരിലുള്ള ഷിപ്പാണ് ആദ്യമായിട്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, സ്ലേവ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഡച്ച്മെൻ എന്നുള്ള ആ ഒരു ഷിപ്പിൻ്റെ പേരുമാവാം അബൌട്ട് ദ സ്ലേവറി, ദെയർ കൾച്ചർ, ദെയർ ഡാർക്ക് പാസ്റ്റ് സ്റ്റോറീസ് ആൻഡ് മിസറീസ്. ഇപ്പോഴും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടൈറ്റിലിനോട് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഓരോ വ്യക്തിയും, ക്ലേയുടെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി ഹിസ് ഫസ്റ്റ് ടൈം, പക്ഷേ ഈവൻ ദോ ഇറ്റ് ഹാസ് ബീൻ സെഞ്ച്വറീസ് പാസ്റ്റ്, സ്റ്റിൽ എന്താണ് നമുക്ക് അവിടെ കാണുന്നത്, ഹീ ഈസ് സ്റ്റിൽ ഫേസിങ് ദിസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ എവ്രി ബ്ലാക്ക് വൺസ് ഇൻ ഹിസ് ലൈഫ് ഹാസ് ടു ഫേസ് ദിസ് സിനാരിയോ എന്നുള്ള ഒരു സാഡ് റിയാലിറ്റിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ദർ ഇസ് നോ എസ്കേപ്പ് ഫ്രോം ഇറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് talking about the subway car as in a such, it is moving forward. ഒരു symbolism ആണ് ഞാൻ പറയുന്നത്, it is moving forward, but what we can really see is that it is moving backward. അതായത് ഒരു വേഴ്സ് പാസ്റ്റിൽ നിന്ന് വേഴ്സ്റ്റ് പ്രസൻറ്റിലേക്കുള്ള ഒരു യാത്രയാണ് അവിടെ കാണുന്നത്. അതായത് സബ്വേ കാർ ആസ് ഇൻ എ ജേർണി ഇറ്റ് ഈസ് മൂവിങ് ഫോർവേഡ്, പക്ഷെ വ്യക്തികളുടെ ചിന്താഗതികളും അവരുടെ ആ ഒരു ലൈഫ് വേ ഓഫ് ലൈഫും നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് മൂവിങ് ബാക്ക്വേർഡ്. അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മുന്നോട്ട് പോക്ക്, ഒരു അഡ്വാൻസ്മെൻ്റ് ഇല്ല അവരുടെ ഹിസ്റ്ററിയിൽ. ബിക്കോസ് ദ ബ്ലാക്സ് ആർ റീട്രേസിങ് ദെയർ ഡാർക്ക് ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ്. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ദർ ഈസ് നോ എസ്കേപ്പ് ഫോർ ദ ബ്ലാക്സ് ഈവൻ ദോ വാട്ട് എവർ ദേ ഡു എന്നാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി ബൊഹീമിയൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബൊഹീമിയൻ പീപ്പിൾ എന്ന് പറഞ്ഞ ബൊഹീമിയൻ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ അമിരി ബറാക്ക, ലൈക്ക് ലെറോയ് ജോൺസ് എന്നുള്ള പേരുള്ള സമയത്തുള്ള അമിരി ബറാക്കയുടെ ഒരുപാട് രീതികളാണ് ഈ ബൊഹീമിയൻ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ബൊഹീമിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ ലുല ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നിനക്കൊരു ബ്ലാക്ക് ഫ്രണ്ട് ഉണ്ട്, ഒരു ഫോണി ഇംഗ്ലീഷ് ആക്സെൻ്റ് ഉള്ള വ്യക്തിയാണ്, ഹീസ് ട്രൈയിങ് ടു ഗ്രോ എ ബിയേർഡ് ആൻഡ് ഹാസ് ബീൻ റീഡിങ് ചൈനീസ് പോയിട്രി, he has been trying to drink lukewarm sugarless tea എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് they are trying hard to imitate the life of an American. ഒരു ഇംഗ്ലീഷ് ആക്സെൻറ്റ്, ഫേക്ക് ഇംഗ്ലീഷ് ആക്സെൻറ്റ് കൊടുത്തിട്ടും
ഒരു ഇൻ്റലക്ച്വലായിട്ട് നിന്നിട്ടും ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഐ ആം സംവൺ എന്നുള്ള ഒരു രീതിയിൽ ആക്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബൊഹീമിയൻ ലൈഫ് സ്റ്റൈലിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ആഫ്രിക്കൻ അമേരിക്കൻ ഹു ട്രൈസ് ടു മെർജ് ഇൻ വിത്ത് വൈറ്റ് കൾച്ചർ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലുല്ലയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു ലൈൻ ഞാൻ കോട്ട് ചെയ്യാണ്. ബോയ്, ദോസ് നാരോ ഷോൾഡർ ക്ലോത്ത്സ് കം ഫ്രം എ ട്രഡീഷൻ യു ഓട്ട് ടു ഫീൽ ഒപ്രസ്ഡ് ബൈ. അവിടെ ബോയ് എന്നാണ് വിളിക്കുന്നത്. ഈവൻ ദിസ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് മാൻ, ഓർ Lula is much older, might be much older than him, and he might not be Lula's first expedition adventure. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നാരോ ഷോൾഡർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് വരുന്നത് നിന്നെ ഒപ്രസ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷനിൽ നിന്നാണ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്ലിയർലി ഡിനോട്ട്സ് ദാറ്റ് ദീസ് ക്ലോത്ത്സ് ബിലോങ് ടു എ ക്ലിയർ വൈറ്റ് ആൻഡ് നോട്ട് യു എന്നുള്ളൊരു രീതിയാണ് പറയുന്നത്. Clay till the end tries to distance himself from his slave heritage, even at the cost of remembering that he is black. Clay wants to distinguish himself, but he limits himself to a superficial shift. അപ്പോൾ ഒരു സൂപ്പർഫിഷ്യൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഹി ട്രൈസ് ടു ബി എ വൈറ്റ്, അറ്റ്ലീസ്റ്റ് ട്രൈസ് ടു ടേക്ക് അപ്പ് ദ വൈറ്റ് കൾച്ചർ ഇൻ ഓർഡർ ടു ഫൊർഗെറ്റ് ദാറ്റ് ഹി ഈസ് എ ബ്ലാക്ക്. ഇവിടെ ക്ലേയുടെ ക്യാരക്ടറും ലെറോയ് ജോൺസിൻ്റെ ക്യാരക്ടറും ആണ് ഇനിയിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർലി ലെറോയ് ജോൺസ് അറ്റ് ഹിസ് ബൊഹീമിയൻ സ്റ്റേജ്, ബൊഹീമിയൻ ഫേസ്, ഹി ഓൾസോ ട്രൈ ടു ബി someone who imitates or tries to merge with the white tradition and culture. അവിടെ ഒരു ലാക്ക് ഓഫ് കൾച്ചർ ഓഫ് എ വൈറ്റ് ആസിനെ സച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് the day, Clay tries to fight for his black identity and black culture, and the end result was pretty bad, isn't it? അവിടെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഉണ്ട്. അതിൽ നിന്നാണ് ഈ അങ്കിൾ ടോംസ് സിൻഡ്രോം വരുന്നത്. ഇത് എങ്ങനെയാണോ, ഫോർ എക്സാമ്പിൾ ഇതിൽ ജംപ് ജിം ക്രോ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ജിം ക്രോ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജംപ് ജിം ക്രോ എന്ന് പറയുന്ന ആ ഒരു സോങ്, സ്ലേവ് സോങ്ങും ഈ ട്രെയിൻ കണ്ടക്ടറുമായിട്ടുള്ളൊരു സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് വിട്ടുപോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് ആ കണ്ടക്ടർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഓൾമോസ്റ്റ് കിൽസ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി, ഹിസ് ഓൺ മാൻഹുഡ് by like showing off his cap, asking for a tip. അപ്പോൾ അതൊരു സെൽഫ് മർഡർ ഓഫ് ഐഡൻറ്റിറ്റി തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കീപ്പിംഗ് ദാറ്റ് അസൈഡ്, ഇവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു പ്ലേ ആയിട്ടുള്ള 1969 ഉള്ളൊരു സ്ലേവ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഉണ്ട്. അത് ഇത്തിരി കൂടി ഒരു ആഫ്രിക്കൻ ഡ്രാമയാണ്, പേജൻട്രി ആഫ്രിക്കൻ ഡ്രാമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗ ലെറോയ് ജോൺസ് ചേഞ്ച്ഡ് ഹിംസെൽഫ് ടു അമരി ബരാക്ക എന്നുള്ളൊരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലെറോയ് ജോൺസ് വാസ് എ പേഴ്സൺ ഹു ഗോട്ട് ഫയേർഡ് ഫ്രം ഹിസ് പൊസിഷൻ ആസ് ന്യൂ ജേഴ്സീസ് പോയറ്റ് ലോററ്റ്. ന്യൂ ജേഴ്സിയുടെ പോയറ്റ് ലോററ്റ് ആയിരുന്ന വ്യക്തിയാണ് ലെറോയ് ജോൺസ്. ഹി വാസ് കംപ്ലീറ്റ്ലി ഇൻ ഹിസ് തോട്ട്സ് ഓഫ് ഹി ബീയിങ് എ വൈറ്റ് പേഴ്സൺ. ആൻഡ് ഒരു കാലഘട്ടം 1964-1965 സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്യൂബ വിസിറ്റും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുകയാണ്. ദ ഡെത്ത് ഓഫ് മാൽക്കം, അസാസിനേഷൻ ഓഫ് മാൽക്കം എക്സ് എന്നൊക്കെ പറയുമ്പം മാൽക്കം എക്സിൻ്റെ അസാസിനേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കുന്നുണ്ട്. ആൻഡ് ഹി ബിക്കംസ് എ ബ്ലാക്ക് നാഷണലിസ്റ്റ്. ഹി മൂവ്സ് ടു ദിസ് ഹാർലം and founded Black Arts Repertory Theatre or School. Repertory Theatre or School തുടങ്ങുകയാണ് ബ്ലാക്ക് ആർട്സിൻ്റെ. അപ്പോൾ സംബഡി ബ്ലൂ അപ്പ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയം എഴുതിയതിനാണ് ഈ ലെറോയ് ജോൺസിനെ ന്യൂജേഴ്സി പോയറ്റ് ലോററ്റിൽ നിന്ന് പിരിച്ചുവിടുന്നത്. ആൻഡ് ഹി ട്രൈസ് ടു ഫൈൻഡ് ഹിംസെൽഫ് ആസ് ട്രൈസ് ടു ഐഡൻറ്റിഫൈ ഹിംസെൽഫ് ആസ് എ ബ്ലാക്ക്. അപ്പോൾ
ക്ലിയർലി ഡച്ച്മൻ എന്നുള്ള ഈ ഒരു നാടകം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷണൽ ഫേസ് ആണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഹൗ ഐ വുഡ് കോട്ട് ലൈക്ക് ദിസ് ഫ്രം മൈ സൈഡ് ഇറ്റ്സെൽഫ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഹൗ ലെറോയ് ജോൺസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു അമരി ബറാക്ക. ഒരു പാസീവായിട്ട് ഇരുന്നിരുന്ന ഒരു ലെറോയ് ജോൺസിൽ നിന്ന് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഐഡൻറ്റിറ്റീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ബ്ലാക്ക് ഐഡൻറ്റിറ്റീനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൗഡ് ബ്ലാക്ക്, എ സ്റ്റോറി ഓഫ് ഹൗ എ നീഗ്രോ ഹു ട്രൈസ് ടു merge in with the white culture as ലെറോയ് ജോൺസ്, ഒരു നീഗ്രോയിൽ നിന്ന് പ്രൗഡ് ബ്ലാക്കിലേക്കുള്ള ഒരു ക്ലിയർ കൺവേർഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഈ ഒരു ഡച്ച്മാൻ എന്നുള്ള ഒരു നാടകത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു അപ്പോൾ ലുല്ലനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുല്ലയുടെ ആ ഒരു ബിഹേവിയർ, ഷീ റെഫേഴ്സ് ഹിം ആസ് ബ്ലാക്ക് ബോഡെലെയർ, മൈ ക്രൈസ്റ്റ്, ബ്ലാക്ക് നിഗർ എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് ടീസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റ് ഓൺലി ഹി ജസ്റ്റ് ട്രൈസ് ടു ഫൈറ്റ് അഗെൻസ്റ്റ് ഓൾ ദിസ്. ഇവിടെ ഒരു സിംബോളിസം കൂടിയും പറയുന്നുണ്ട്, ജൂലിയറ്റ്സ് ടോംബ് എന്ന് പറയുന്നുണ്ട്. ലുല ഡിസ്ക്രൈബ്സ് ഹെർ ഹോം ആസ് എ ജൂലിയറ്റ്സ് ടോംബ് എന്ന് പറയുന്നുണ്ട്. സോ ആക്ട്രസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അല്ല എന്നുള്ളൊരു രീതിയിലാണ് അവൾ പറയുന്നത്. ഇവിടെ ആപ്പിൾ ആയാലും ഈ ജൂലിയറ്റ്സ് ടോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഈവൻ ഇഫ് ക്ലേ ആക്സെപ്റ്റ്സ് ഹെർ സെലക്ഷൻ ആൻഡ് ഇപ്പോൾ അവർ വീട്ടിൽ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി മൈറ്റ് ഈവൻ ബി ഡെഡ്. അപ്പോൾ ആ ഒരു ആപ്പിൾ, ഈ ഒരു ജൂലിയറ്റ് ടോംബ് എന്നൊക്കെ അവിടെ ഒരു സിംബോളിസം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നെവർ നോട്ട് ഹെർ ഫസ്റ്റ് ടൈം എന്നാണ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ ഈവൻ ദോ ഹി ഫൈൻഡ്സ് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ടു റിബൽ അഗൻസ്റ്റ് ഹെർ, what we can see is that at the end of the day just Clay is dead. And ഇവിടെ ക്ലേ ആദ്യം ഫൈറ്റ് ചെയ്യണൊക്കെ ഉണ്ട്. ഒരു ലൈൻ, ഇഫ് ഐ ആം എ മിഡിൽ ക്ലാസ് ഫേക്ക് വൈറ്റ് മാൻ, ലെറ്റ് മീ ബി ഇൻ ദ വേ ഐ വാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ദ എൻഡ്, ഹി മരിക്കുന്നതിന് ഒരു 10 സെക്കൻഡ് മുമ്പാണ് അവിടെ ട്രാൻസിഷൻ കാണുന്നത്. He talks about he being a proud black, and he doesn't want to fight. He being a black, and he doesn't want to suppress his black identity. And avada ഈ white stabbing the black in the chest, in the heart itself is a symbolism. ഇവിടെ നമുക്ക് വേറൊരു ക്ലിയർ ആയിട്ടുള്ള കാര്യം കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്ലേ അറ്റ്ലീസ്റ്റ് അറ്റ് ദ എൻഡ് ഹി ട്രൈസ് ടു ബ്രിങ് ബാക്ക് ഹിസ് ബ്ലാക്ക് ഐഡൻറ്റിറ്റി. ഓക്കെ, ഇവിടെ എനിക്കിത് സിമിലറായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു വർക്കുണ്ട്. ഐ വുഡ് ജസ്റ്റ് സേ ഖുശ്വന്ത് സിംഗിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു വൺ ആക്ട് പ്ലേ തന്നെയാണെന്ന് തോന്നുന്നു, കർമ്മ. യെസ് കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. ഖുശ്വന്ത് സിംഗിൻ്റെ കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിയും ഉണ്ട്. അപ്പോൾ മോഹൻലാൽ ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്നു, ലക്ഷ്മി പാവങ്ങളുടെ കോമൺ കൂപ്പയിലിരിക്കുന്നു, വുമൻസ് കൂപ്പയിലൊറ്റ ഇരിക്കുന്നു, ലേഡീസ് കൂപ്പയിലൊറ്റ ഇരിക്കുന്നു. ആൻഡ് മോഹൻലാൽ ട്രൈസ് ടു ആക്ട് ലൈക്ക് ഹി ഈസ് എ വൈറ്റ് പേഴ്സൺ. ആൻഡ് അറ്റ് എൻഡ് വി ക്യാൻ സീ ദിസ് മോഹൻലാൽ ബീങ് ത്രോൺ ഔട്ട് ഓഫ് ദിസ് ട്രെയിൻ. അത്ര ഓവറായിട്ട് ആ ഒരു ഇന്ത്യൻ, ഹീ ഈസ് എൻ ഇന്ത്യൻ, ക്ലിയർ ഇന്ത്യൻ, ബട്ട് സ്റ്റിൽ ഹീ ആക്ട്സ് ലൈക്ക് സം വൺ വൈറ്റ് വിത്ത് അതോറിറ്റി ആൻഡ് പവർ, ആൻഡ് ഹീ ബീങ് ത്രോൺ ഔട്ട്. അതുപോലെയാണ് ഈ ഒരു വർക്ക്. അറ്റ്ലീസ്റ്റ് ഹീ ഈസ് ത്രോൺ ഔട്ട് അലൈവ്, നോട്ട് ഡെഡ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു അമേരിക്കൻ ബൂർഷ്വാ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് ക്ലേ അതിൽ ഒരാളാവാൻ ശ്രമിക്കുകയും, ആൻഡ് ഹീ ഗോസ് ഇൻ എ പാത്ത് ഓഫ് സെൽഫ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓൺലി ഹീ ഫുൾഫിൽസ് ആസ് ഹിംസെൽഫ് ആസ് എ ബ്ലാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലുല്ല ഒരു മാമ ഡെത്തിനെ പോലെയോ അല്ലെങ്കിൽ ക്രോ ജെയിനെ പോലെയൊക്കെ ഉള്ള ക്യാരക്ടറാണ്. ഒരു
ഓരോ ക്യാരക്ടറായിട്ട് അസിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെറ്റ് മീ കൺക്ലൂഡ് ദിസ് ബൈ ടെല്ലിങ് ദാറ്റ് ദ സിമ്പിൾസ് വുഡ് ബി ആപ്പിൾ, ദ സബ്വേ, ദ റെഫറൻസ് ഓഫ് ആഡം, ലൈക്ക് ക്ലേ എന്ന് പറയുന്നത് തന്നെ ഫ്രം ആഡം ഇസ് മെയ്ഡ് ഫ്രം ക്ലേ, സോ ദാറ്റ്, ആൻഡ് ദ ജൂലിയറ്റ്സ് ടോംബ് എന്നൊക്കെ പറയുന്നതാണ് ആ ഒരു സിംബോളിസം എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത്. സോ to conclude, the journey is like a travel of a black man. He lets white rule him or is forced by the white to rule over them, ultimately killing them. I would tell it once more. ഈ ഒരു വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത് ഒരു ജേർണി ഓഫ് എ ട്രാവൽ ഓഫ് എ ബ്ലാക്ക് മാൻ ആണ്. ഹി ലെറ്റ്സ് വൈറ്റ് റൂൾ ഹിം. ആദ്യം ക്ലേ ലെറ്റ് ചെയ്യാണ് ലൂലേനെ ഓക്കെ എന്നുള്ള രീതിയിൽ, ആൻഡ് ഈസ് ഫോഴ്സ്ഡ് ബൈ ദ വൈറ്റ് ടു റൂൾ ഓവർ ദം. ഫോഴ്സ് ചെയ്യാണ്, പിന്നെ ഷി ഫോഴ്സസ് ഹിം, അൾട്ടിമേറ്റ്ലി കില്ലിങ് ദം, കില്ലിങ് ദംസെൽവ്സ്. ഓക്കെ, ഇവിടെ ആ കൂടിയുള്ള ഡിഫറൻസ് ഓഫ് അമരി ബരാക്ക ആൻഡ് ക്ലേ മൈറ്റ് ബി ലൈക്ക് ബറാക്ക woke ഫ്രം ഹിസ് ഡ്രീം ഓഫ് അസിമിനേഷൻ ഇൻ ടൈം ടു സേവ് ഹിംസെൽഫ്. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. അറ്റ് ദ എൻഡ്, ലാസ്റ്റ് മൊമെൻറ്റിലല്ല അമരി ബറാക്ക ഓപ്പൺ ചെയ്തത് ലൈക്ക് അസിമുലേറ്റ് ചെയ്യണത് നിർത്തിയിട്ട് ഒരു ബ്ലാക്ക് ഐഡൻറ്റിറ്റി കണ്ടെത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫ്രം my side about the analysis and the my thoughts on the one act play Dutchman. I hope you understood all this. Thank you.